ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. സുരേഷ് ഗോപി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ തന്നെ ഏറെ നിർണായകമായി മാറിയ 94 ഏപ്രിൽ ആകെ 6 ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും അവയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്തായിരുന്നെന്നും നമ്മൾക്ക് നോക്കാം. 94 ഏപ്രിലിലെ ആദ്യത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 1 റിലീസ് ചെയ്ത ജെന്റിൽമാൻ സെക്യൂരിറ്റി. ജെ വില്യംസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സിൽക്ക് സ്മിതയും മുൺമോൺ സെന്നുമായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഒരു എ സർട്ടിഫിക്കറ്റ് കാറ്റഗറിയിലുള്ള ഈ ചിത്രത്തിൽ ക്യാപ്റ്റൻ രാജു, MG സോമൻ, ഭീമൻ രഘു, ബോംബെ വിശാൽ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. യാതൊരു ചലനം സൃഷ്ടിക്കാതെ പോയ ഈ ചിത്രം സാമ്പത്തികമായി ഒരു പരാജയമായിരുന്നു. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 94 ഏപ്രിലിൽ റിലീസ് ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 7 തിയേറ്ററുകളിലെത്തിയ സുരേഷ് ഗോപിയുടെ കാശ്മീരം. രേവതി കലാമന്ദിറിന്റെ ബാനറിൽ മേനക സുരേഷ് കുമാർ നിർമ്മിച്ച് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാശ്മീരം. സുരേഷ് ഗോപിയുടെ താരമൂല്യത്തിന്റെ പിൻബലത്തിൽ വമ്പൻ ഇനീഷ്യൽ നേടിയ ഈ ചിത്രത്തിൽ ശ്യാം എന്ന കമാൻഡോ ഓഫീസറായി തകർപ്പൻ പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ച് 94 തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. AK സാജൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ പ്രിയാരാമനായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. ശാരദ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രതീഷ്, ലാലു അലക്സ്, കൃഷ്ണകുമാർ, സുചിത്ര തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബോളിവുഡ് താരം തേജ് സപ്രു വില്ലൻ വേഷം കൈകാര്യം ചെയ്ത കാശ്മീരം MG രാധാകൃഷ്ണൻ ഇണമിട്ട അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. നടൻ മധുപാൽ ആദ്യമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയായിരുന്നു കാശ്മീരം. 94 ഏപ്രിലിലെ അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ 14 തിയേറ്ററുകളിലെത്തിയ ജയറാമിന്റെ CAD ഉണ്ണികൃഷ്ണൻ BA B.Ed. ജയറാമിന്റെ അതുവരെയുള്ള കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയ ചിത്രമായി മാറിയ മേലെപ്പറമ്പിൽ ആൺവീടിന്റെ അതേ അണിയറ ശില്പികളായ സംവിധായകൻ രാജസേനും OK പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിച്ച അടുത്ത ചിത്രമായിരുന്നു CAD ഉണ്ണികൃഷ്ണൻ BA B.Ed. ഹാസ്യത്തിന് മുൻതൂക്കം നൽകിയെടുത്ത ചിത്രം അതുകൊണ്ട് തന്നെ വമ്പൻ പ്രതീക്ഷയിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. എന്നാൽ പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ തൃപ്തി നൽകാതെ പോയ ഈ ചിത്രം സാമ്പത്തികമായി ഒരു ഹിറ്റ് ചിത്രമായിരുന്നില്ല. വിഷുവിന്റെ അഡ്വാൻറ്റേജിൽ വെറും ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് മാത്രം നേടാനേ CAD ഉണ്ണികൃഷ്ണൻ BA B.Edന് കഴിഞ്ഞുള്ളൂ. ചിപ്പി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, മണിയംപിള്ള രാജു, സുകുമാരൻ, നരേന്ദ്ര പ്രസാദ്, ഒടുവിലുണ്ണികൃഷ്ണൻ, KPAC ലളിത തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ഇന്ദ്രൻസിന് തന്റെ കരിയറിൽ ലഭിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട ചിത്രം കൂടിയായിരുന്നു CAD ഉണ്ണികൃഷ്ണൻ BA B.Ed. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥാ സംഭാഷണം നിർവഹിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 94 ഏപ്രിലിലെ അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ 14 റിലീസ് ചെയ്ത് സുരേഷ് ഗോപിയുടെ കരിയറെ തന്നെ മാറ്റിമറിച്ച എവർഗ്രീൻ പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രമായ കമ്മീഷണർ. സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ M മണി നിർമ്മിച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പൻ മൗത്ത് പബ്ലിസിറ്റിയുടെയും സുരേഷ് ഗോപിയുടെ താരമൂല്യത്തിന്റെയും പിൻബലത്തിൽ അഭൂതപൂർവമായ ഇനീഷ്യലായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. രഞ്ജി പണിക്കർ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച് സുരേഷ് ഗോപി ഭരത്ചന്ദ്രൻ IPS എന്ന എവർഗ്രീൻ ഐക്കോണിക് പോലീസ് കമ്മീഷണറായി അരങ്ങു തകർത്ത ഈ ചിത്രം അഭൂതപൂർവമായ വിജയമാണ് അക്കാലത്ത് നേടിയത്. ഒരു ആക്ഷൻ ചിത്രം നേടുന്ന ഏറ്റവും മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ കമ്മീഷണർ ആക്ഷൻ ചിത്രങ്ങളുടെ അവസാന വാക്കായി മാറി. രതീഷ്, മോഹൻ തോമസ് എന്ന തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ശോഭനയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. വിജയരാഘവൻ, ഗണേഷ് കുമാർ, രാജൻ പിദേവ്, NF വർഗീസ്, ബൈജു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന കമ്മീഷണർ പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രം കൂടിയായിരുന്നു. 94 ഏപ്രിലിലെ അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ 15 തിയേറ്ററുകളിലെത്തിയ ഭീഷ്മാചാര്യ. മനോജ് ജയനും സിദ്ദിഖും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് കൊച്ചിൻ ഹനീഫയായിരുന്നു.
EMG പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ഫാമിലി ആക്ഷൻ എന്റർടൈനർ വാത്സല്യം എന്ന ചിത്രത്തിന് ശേഷം കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തരക്കേടില്ലാത്ത പ്രതീക്ഷ സമ്മാനിച്ച ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല. കൊച്ചിൻ ഹനീഫ തന്നെ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച ഈ ചിത്രത്തിൽ നരേന്ദ്രപ്രസാദും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ജനാർദ്ദനൻ, കവിയൂർ പൊന്നമ്മ, വിന്ദുജ മേനോൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഭീഷ്മാചാര്യ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി. SP വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച അതിമനോഹരമായ ഗാനങ്ങൾ മാത്രമായിരുന്നു ഈ ചിത്രത്തിന്റെ ഏക ഹൈലൈറ്റ്. 94 ഏപ്രിലിൽ റിലീസ് ചെയ്ത അവസാനത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 28-ന് തിയേറ്ററുകളിലെത്തിയ ചീഫ് മിനിസ്റ്റർ KR ഗൗതമി. ഗീതയെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാബുരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു പൊളിറ്റിക്കൽ ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കൂട്ടിയൊണക്കി ഒരുക്കിയ ഈ ചിത്രം ചാരങ്കാട് ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. ഗീതയെ കൂടാതെ അശോകൻ, ദേവൻ, വിജയരാഘവൻ, സത്താർ, പ്രതാപചന്ദ്രൻ, ചിത്ര തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം തരക്കേടില്ലാത്ത പൊളിറ്റിക്കൽ ചിത്രം എന്ന അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സലീം ചേർത്തല തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 94 ഏപ്രിലിൽ പുറത്തിറങ്ങിയ 6 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ വിജയം കൈവരിച്ചപ്പോൾ ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 42% ആണ്. ഇതിൽ കമ്മീഷണർ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ കാശ്മീരം ഹിറ്റ് സ്റ്റാറ്റസ് നേടി. CID ഉണ്ണികൃഷ്ണൻ BA B.Ed ആവറേജ് വിജയം കൈവരിച്ചു. ഇത്രയുമാണ് 94 ഏപ്രിലിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.